നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ കാരൂത്ത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ട്രെൻഡിനെ കുറിച്ചാണ്. അതായത് പ്രോപ്പറായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പലപ്പോഴും നമ്മളിൽ പലരും ട്രെൻഡ് നോക്കാതെയാണ് ട്രേഡ് എടുക്കാറുള്ളത്, അല്ലേ? ആ ഒരു ട്രേഡ് മിക്കപ്പോഴും ലോസിലാണ് എൻഡ് ചെയ്യുക. ഡോണ്ട് ട്രേഡ് അഗെയിൻസ്റ്റ് ട്രെൻഡ്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേര് ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രേഡിൽ എൻ്റർ ചെയ്യുന്നവരുണ്ട്? സോ ഇവിടുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പഠിക്കുകയാണ്. അതിലൂടെ ഒരു പരിധി വരെ നമ്മുടെ ലോസസിനെ കട്ട് ചെയ്യാനും പ്രോപ്പറായിട്ടുള്ള ട്രേഡ്സിലേക്ക് എൻ്റർ ചെയ്യാനും നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം 3 തരം ട്രെൻഡുകളാണുള്ളത്. ഏതൊക്കെയാണ് ആ 3 തരം ട്രെൻഡുകൾ? ഒന്നാമത്തത് അപ്വേർഡ് ട്രെൻഡ്, അല്ലേ? ദെൻ രണ്ടാമത്തത് ഡൗൺവേർഡ്സ് ട്രെൻഡ്, ദെൻ മൂന്നാമത്തത് സൈഡ് വേസ് ട്രെൻഡ്, അല്ലേ? നമുക്ക് ഗ്രാഫിലേക്ക് പോയിക്കൊണ്ട് ഓരോന്നിനെ വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആദ്യം ഈ കാണുന്നതാണ് അപ് ട്രെൻഡ്. എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒന്നുമില്ല, ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കിക്കൊണ്ടേ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ട്, എഗെയിൻ ഇവിടെ ഒരു ലോ ഉണ്ട്. ഈ ഉണ്ടായിരുന്ന ഹൈനേക്കാൾ വലിയ ഒരു ഹൈ ആണ് പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹയർ ഹൈ. പഴയ ഹൈനേക്കാളും വലിയ ഹൈ, ദാറ്റ് ഈസ് ഹയർ ഹൈ. സോ എഗെയിൻ വീണ്ടും ഒരു ചെറിയ മൂവ്മെൻറ്റ് താഴേക്ക് തന്നു, അല്ലേ? എഗെയിൻ ഇത് ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നോക്കിയാൽ ഈ ഒരു ഹൈനേക്കാളും വലിയ ഹൈ ആണ് പുതിയൊന്ന് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. എഗെയിൻ ഈ ഒരു ലോ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലോയിനെക്കാട്ടിലും വലിയ ഒരു ലോ ആണ് ഇപ്പോൾ പുതുതായിട്ടുണ്ടായത്, അല്ലേ? ഹയർ ഹൈ ആൻഡ് ഹയർ ലോ. എഗെയിൻ ചാർട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതായിരുന്നു ഹയർ ഹൈ. എഗെയിൻ ആ ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയ ഒരു ഹയർ ഹൈ ഉണ്ടായി. സോ വീണ്ടും പുതിയ ഹയർ ഹൈ. എഗെയിൻ ഒന്ന് ചെറുതായിട്ട് താഴേക്ക് മൂവ് ചെയ്തു, ദെൻ എഗെയിൻ മുകളിലേക്ക് തന്നെ. അപ്പോൾ ഇത് ഹയർ ലോ ആയിരുന്നു. എഗെയിൻ ഈ ലോയിനേക്കാൾ ഉയർന്ന ഒരു ലോ ആണ് ഇവിടെ പുതുതായിട്ട് ക്രിയേറ്റഡ് ആയത്. അപ്പോൾ ഇത് പുതിയ ഹയർ ലോ. സോ ഇങ്ങനെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ടേ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഡൗൺ ട്രെൻഡ് തിരിച്ചറിയുക? ഒന്നുമില്ല, ഇത് ഒരു ലോ, അല്ലേ? എഗെയിൻ ഈ ലോയിൽ നിന്നുണ്ടായ ഒരു ഹൈ ആണിത്, ശരിയല്ലേ? ഈ ലോയിനെക്കാട്ടിലും താഴെ നിൽക്കുന്ന ഒരു ലോ അല്ലേ പുതുതായിട്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്? അതൊരു ലോവർ ലോ അല്ലേ? സോ ലോവർ ലോ, ഇവിടെ നിന്നും ചെറിയൊരു ഹൈ ഉണ്ടായി. സോ ഈ ഹൈനേക്കാളും താഴെ നിൽക്കുന്ന ഹൈ, ഇറ്റ് ഈസ് ലോവർ ഹൈ, ശരി, യെസ്. ദെൻ എഗെയിൻ ഇതായിരുന്നു ഇതിനേക്കാളിലും താഴെ നിൽക്കുന്ന ലോ. എഗെയിൻ അടുത്ത ഒരു ലോ ഉണ്ടായിരിക്കുന്നത് ഈ ലോയിനേക്കാളിലും താഴെയാണ്. സോ ഇറ്റ് ഈസ് പുതിയ ലോവർ ലോ. ഇങ്ങനെ ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കിക്കൊണ്ടേ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സോ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു അപ് ട്രെൻഡ് ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ. ദെൻ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്ന് മനസ്സിലാക്കണം. യെസ്. ദെൻ അടുത്തൊരു ട്രെൻഡ് നമുക്ക് പറയാനുള്ളത് സൈഡ് വേസ് ട്രെൻഡ് ആണ്, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പുതിയ ഹൈകൾ ക്രിയേറ്റഡ് ആവുന്നില്ല, പുതിയ ലോ ക്രിയേറ്റഡ് ആവുന്നില്ല. ഒരു സൈഡിലേക്ക്, അതായത് ഈ ഒരു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഹൈൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് തന്നെ പുതിയൊരു ഹൈ ഉണ്ടായി. എഗെയിൻ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ലോയിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്ത് തന്നെ പുതിയ ലോ ഉണ്ടായി. അങ്ങനെ സൈഡിലേക്ക് പോകുന്നതിന് നമ്മൾ സൈഡ് വൈസ് ട്രെൻഡ് എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എടുക്കാം എന്നുള്ള കാര്യമാണ് ഇനി അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിനായി നമ്മൾ ചാർട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇതൊരു അപ് ട്രെൻഡ് ആണ്, ഇല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ്സ് എൻ അപ് ട്രെൻഡ്.
അപ്പോൾ ഈ അപ് ട്രെൻഡ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് വരച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി, ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി, ആ ഒരു രീതിയിലാണ് ഇതിവിടെ പോകുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പുതിയ പുതിയ ഹൈസ് ആൻഡ് ലോസ്, അതായത് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ടാണ്, പുതിയ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ ചാർട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് തന്നെയാണ് ഒരു അപ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വഴിയും. സോ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കേണ്ടത്, നമുക്കറിയാം 3 തരം ട്രേഡ്സ് ആണുള്ളത്. സ്വിംഗ് ട്രേഡ്, ഇൻട്രാഡേ, ദെൻ ലോങ് ടേമിലേക്ക് അല്ലേ. ഇതിൽ 3-ലാണെങ്കിലും അപ് ട്രെൻഡിൽ പോകുന്ന ഒരു ചാർട്ടിൽ ഒരിക്കലും ഷോർട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കരുത്. ട്രെൻഡിനനുസരിച്ച് തന്നെയുള്ള ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക. നമുക്കറിയാം ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ടാണ് അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് പ്യുവറായിട്ട് ഒരു ട്രെൻഡ് ലൈൻ വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. സോ ഈ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച പോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ. സോ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്, ഒരിക്കലും ഇവിടെ ഈ ഒരു ഹൈയിൽ നിന്നും ഒരിക്കലും ഷോർട്ട് സെല്ല് ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ലോങ് പൊസിഷൻ ബൈ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലൈനിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ച് പിന്നെ മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട്, അതായത് പുതിയൊരു ഫ്രഷ് ഹൈ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തി നിൽക്കുന്ന ഒരു ചാർട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്കൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്താൽ നമുക്ക് ഇവിടെ വരെയുള്ളൊരു പ്രോഫിറ്റ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. സോ ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക, ഒരു ട്രെൻഡിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡുകൾ ആലോചിക്കുക. ഇനി നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചാർട്ടിൽ പോയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. സോ ചാർട്ട് ഇങ്ങനെ വന്നു, എഗെയിൻ ഒന്ന് മുകളിലേക്ക് കയറി പുതിയൊരു ലോ ഉണ്ടാക്കി, മുകളിലേക്ക് കയറി പുതിയൊരു ഹൈ ഉണ്ടാക്കി. ഈ ഒരു രീതിയിലല്ലേ ഇവിടെ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ആണ് ഉണ്ടാക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു ഡൗൺവേർഡ്സ് ട്രെൻഡാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമുക്കൊരു ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കരുത്. ഇങ്ങനത്തെ ഒരു ഡൗൺ ട്രെൻഡിൽ എപ്പോഴും ഷോർട്ട് സെല്ലിന് വേണ്ടി മാത്രം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സൈഡ് വൈസ് ട്രെൻഡ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ചാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സൈഡ് വൈസ് ട്രെൻഡ് എന്താണെന്നുള്ള കാര്യം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പുതിയ ഹൈസ് ഉണ്ടാക്കുന്നില്ല, പുതിയ ലോസ് ഉണ്ടാക്കുന്നില്ല. അവിടെ നിലവിലുള്ള ഹൈസിനെയും ലോസിനെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്യുവർ ആയിട്ടുള്ള സൈഡ് വൈസ് ട്രെൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് വൈസ് ട്രെൻഡിൽ കഴിവതും ട്രേഡ്സ് ഒഴിവാക്കുക. ഒരു ട്രെൻഡിൽ മാത്രം നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സൈഡ് വൈസ് ട്രെൻഡിൽ മേ ബി നമുക്ക് ലോസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചുകൊണ്ട് നമുക്കിതിനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പല ആളുകളും ഇവിടെ നിന്ന് ഷോർട്ട് സെല്ല് ചെയ്യും, ഇവിടെ ലൈക്ക് ബൈ ചെയ്യും, ഇവിടുന്ന് ബൈ ചെയ്യും, ഇവിടെ ഷോർട്ട് ലൈക്ക് എക്സിറ്റ് ചെയ്യും. അങ്ങനെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. അവിടെ തന്നെ നമ്മൾ ട്രാപ്പായി പോകാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് കഴിവതും ട്രേഡ്സിൽ നിന്ന് മാറി നിൽക്കുക. നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് കിട്ടുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് എടുക്കുക. അപ്പോൾ ഇനി നമുക്കറിയാം 3 ടൈപ്സ് ഓഫ് ട്രേഡ്സ് ആണുള്ളത്.
ഇൻട്രാഡേ, സ്വിംഗ് ട്രേഡ്സ്, ദെൻ ലോങ് ടേം. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് നമുക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ട്രെൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രേഡ്സ് എടുക്കാം എന്നുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിംസ് എടുക്കുക. 1 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ ഈവൻ ഡേ ക്യാൻഡിൽസ് എടുക്കുക. എന്നിട്ട് ട്രെൻഡിനെ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഇത് HDFCയുടെ 1 hour ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ HDFCയുടെ 1 hour ചാർട്ടിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്നും ഇവിടെ വരെ പ്യുവറായിട്ടുള്ള ഒരു ഡൗൺവേർഡ്സ് ട്രെൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം അല്ലേ. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ലോസും ദെൻ ലോവർ ഹൈസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന മൂവ്മെൻറ്റ്സിൽ ഒരിക്കലും ഒരു ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ നമുക്ക് ലോങ് ടേമിലേക്ക് ഷോർട്ട് സെല്ല് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര കാലം ഇത് താഴേക്ക് തന്നെ പോകുന്നതും നോക്കി നമ്മൾ നിൽക്കേണ്ടി വരും അല്ലേ. എഗെയിൻ ആ ഒരു സമയം നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴേക്കുള്ള ആ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് അല്ലേ. നമുക്കറിയാം അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് വരിക എന്നല്ലേ. ഇങ്ങനെ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് വരുന്ന സമയത്ത് ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോലെ നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഫ്രഷ് എൻട്രി എടുത്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റെഡ് കത്തുന്നത് നോക്കി കുറേ കാലം നിൽക്കുന്നതിനെക്കാട്ടിലും സമാധാനവും സന്തോഷവും ഒക്കെ ആയിരിക്കില്ലേ നമ്മൾ പുതിയ ഒരു ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, അഗെയിൻ പുതിയ ഒരു ഹൈ ഉണ്ടാക്കി, ഇനി ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് തുടങ്ങുകയാണ് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം, ശരിയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു തുടക്കം തന്നെ, അതായത് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അധികം ഒന്നും കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ പ്രോഫിറ്റിലേക്ക് പോയി തുടങ്ങില്ലേ. സോ ഇങ്ങനെയുള്ള ചാർട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് നമുക്ക് നല്ല ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യം, അതായത് ട്രെൻഡ് അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് എടുക്കാമെന്നുള്ള കാര്യം കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ നമുക്കറിയാം 5 minutes ക്യാൻഡിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. 5 minutesലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെ 5 minutesലേക്ക് കൺവേർട്ട് ചെയ്ത് ഓക്കെ, ദെൻ ഇപ്പോൾ ഓക്കെ ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗമാണ് ഞാൻ ട്രേഡിന് വേണ്ടി സെലക്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പുതിയ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു അപ് ട്രെൻഡാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ. സോ ഇവിടെ എങ്ങനെയാണ് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ട് പുതിയ ഒരു സ്റ്റോക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും അതിനെ നെക്സ്റ്റ് ഡേയിലേക്ക് എങ്ങനെ നമുക്ക് ഒരു ട്രേഡ് അതിലേക്ക് എൻട്രി ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലൈനിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലൈന്, ഈ 2 ലൈനുകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാർട്ട് മൂവ്മെൻറ്റ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചാർട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ഈ ഒരു സ്ഥലത്ത് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ വരച്ച ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ ഒരു ചാർട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേയിലേക്ക് എനിക്ക് ഈ ഒരു ചാർട്ടിനെ എടുത്തു വെച്ചുകൂടെ? നെക്സ്റ്റ് ഡേയിൽ ഇവിടുന്ന് എനിക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് എനിക്ക് എടുത്തുകൊണ്ട് എക്സിറ്റ് ആയിക്കൂടെ? അപ്പോൾ ഇങ്ങനെ
പുതിയ ഫ്രഷ് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചാർട്ട്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നെക്സ്റ്റ് ഡേയിലേക്ക് എടുത്ത് വെക്കുകയാണ്, അങ്ങനെ ഒരു 5-6 സ്റ്റോക്സ് എടുത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ചാർട്ടിലെങ്കിലും നല്ല അടിപൊളി എൻട്രി കിട്ടും. സോ ഇങ്ങനെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലൈനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ചാർട്ടിനെ നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനെ മാറ്റി വെക്കുക, അതിനെ ഒരു വാച്ച് ലിസ്റ്റിലാക്കി വെക്കുക. അതിൽ പിറ്റേ ദിവസം എന്തായാലും നമുക്കൊരു എൻട്രി പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് അപ് ട്രെൻഡിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇനി ഡൗൺ ട്രെൻഡിലാണെങ്കിലോ? അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക്, ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്യുവറായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഫ്രഷായിട്ടുള്ള ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ചാർട്ട് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഡൗൺവേർഡ്സ് ട്രെൻഡിലാണ് എന്നുള്ള കാര്യം. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ലൈൻസിൽ വരച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ലോവർ ലോസും ലോവർ ഹൈസും ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ചാർട്ടിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് നെക്സ്റ്റ് ഡേയിലേക്ക് ഞാൻ ഈ ഒരു ചാർട്ടിനെ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കണ്ടിട്ട് ഞാൻ എടുത്ത് വെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും എനിക്കൊരു പ്രോപ്പറായിട്ട് ഒരു ഷോർട്ട് സെൽ എൻട്രി പ്ലേസ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് എടുത്തുകൊണ്ട് എനിക്ക് എക്സിറ്റ് ചെയ്തുകൂടെ? അപ്പോൾ ഒരിക്കലും ഈ ഒരു ചാർട്ടിൽ ഇവിടെ വരുന്ന സമയത്ത് ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല മൂവ്മെൻറ്റ് ഉണ്ടാകുക. അപ്പോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഷോർട്ട് സെല്ല് ചെയ്യാനും, അതേപോലെ ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ലോങ് പൊസിഷൻ എടുക്കാനും മാത്രം ശ്രമിക്കുക. അതേപോലെ സൈഡ് വൈസ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ട്രേഡ്സോ ഇനിഷ്യേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ നമ്മുടെ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും വിശദമായിട്ട് കാണുക. എന്നിട്ട് മാത്രം ട്രേഡ്സിലേക്ക് എൻട്രി ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.